എൻ്റെ പേര് ഹരിത. കൊടുങ്ങല്ലൂർ ആമപുരസാറാണ് ഞങ്ങളുടെ വീട്. ഇതെൻ്റെ മോളാണ്. മോളുടെ പേര് രുദ്രനന്ദിനി. മോൾക്ക് 9 വയസ്സായി. ഇത് 4 വയസ്സ് വരെ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ മോളെ കൂടാതെ മൂത്തൊരു മോളുണ്ടായിരുന്നു. മോള് ഇതേ അസുഖം തന്നെയായിരുന്നു മോൾക്ക്. മോള് ഞാൻ മരിച്ചിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞു. മോള് 4 വയസ്സായപ്പോൾ മോൾക്ക് സാധാരണ ഒരു പനി വന്നതാണ്. ആ പനി വന്നപ്പോൾ കൊടുങ്ങല്ലൂർത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷെ പനി കുറയാതെ വന്നപ്പോൾ ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാക്കനാട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കലുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഇവിടുത്തെ കൊടുങ്ങല്ലൂർത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞില്ല ഞങ്ങളോട് മോൾക്ക് ന്യൂമോണിയ ലങ്സിനൊക്കെ ബാധിച്ചത് ഞങ്ങൾ പറയാതെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി. ഞങ്ങൾ മോളെയും കൊണ്ട് കാക്കനാട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറഞ്ഞു. കാരണം ഒരിക്കലും ഇത്രയും ബുദ്ധിമുട്ടുള്ള കുട്ടീനെ എന്തുകൊണ്ട് നേരത്തെ ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചു ഞങ്ങളോട് വഴക്ക് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ച് എക്സ്റേ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ ആസ്പത്രിയിൽ എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എക്സ്റേ ഞങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ എക്സ്റേ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞത് മോൾക്ക് മരുന്നിന് തന്നെ ഒരു 4000 രൂപയുടെ അടുത്ത് മരുന്ന്. ഇല്ല, ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് 4 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായിട്ട് വീടില്ല. വീട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ വീടിന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സൺസൈഡ് വരെ ഞങ്ങൾക്ക് പണിയാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അത് വേറെ പണിയാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. കുഞ്ഞുമോളെ നോക്കുന്നതുകൊണ്ട് എവിടെയും പോകാനും പറ്റില്ല. എനിക്കാരും ജോലിക്ക് പോകാനായിട്ട് പറ്റൂല. കാരണം ഭക്ഷണമൊക്കെ ട്യൂബിൽ കൂടെ കൊടുക്കാറുണ്ട്. വേറൊരാളെ നമുക്ക് ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. അച്ഛനമ്മൊക്കെ വയസ്സായതാണ്. അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യണത്. കാരണം അതുകൊണ്ട് കാര്യം ചെയ്യോ? മോൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. മോൾക്ക്. കാരണം മോള് സംസാരിക്കാനും പറ്റില്ല. മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മോൾക്ക് കേൾവി ശക്തി മാത്രമേ ഉള്ളൂ. എല്ലാം ഇപ്പം കാഴ്ചയ്ക്കും ബുദ്ധിമുട്ടാണ്. എല്ലാം നമ്മൾ ചെയ്ത് തന്നെ കൊടുക്കണം. മോൾക്ക് മരുന്നുകളാണ് ഞങ്ങൾ മോൾക്ക് കൊടുക്കണത്. മാസം 4000 രൂപ മേലെ മരുന്ന് മോൾക്ക് വരുന്നുണ്ട്. പിന്നെ ഡയപ്പറിന് തന്നെ ഒരു 6000 മേലെ ഞങ്ങൾക്ക് ഒരു മാസം ചെലവ് വരുന്നുണ്ട്. ഇവരെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവർ സ്വന്തമായിട്ടൊരു വീടുമില്ല, സാമ്പത്തികമായിട്ടും ഒന്നുമില്ല. വളരെയധികം മാനസിക വിഷമത്തിലെ ഇവർക്കുള്ളൂ. രണ്ടാൾക്കും എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. കുഞ്ഞുമോളെ നോക്കിയിട്ട് തന്നെയാണ് എപ്പോഴും. കാരണം ഇവർക്ക് വാങ്ങിക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിനും മാസം 4000 രൂപയോളം മരുന്നിനാണ്. അതുകൂടാതെ ഡയപ്പർ വാങ്ങിക്കാനും ഒരു മാസത്തിൽ 6000 രൂപയിൽ മേലെ ഇവർക്ക് ആവശ്യമാണ്. ഇതൊക്കെയാണ് അവരുടെ വിഷമം. ഇതൊക്കെ കൊണ്ട് ഇത് മനസ്സിലാക്കിയിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമായിട്ടാണ് കാണുന്നത്. വളരെയധികം സാമ്പത്തിക വിഷമതകൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്ന സുമനസ്സുകൾ എല്ലാവരും കൂടി കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.